ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നതാണ്. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ലാന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവര് സാധാരണ നിലവിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ CBI കേസെടുത്തപ്പോൾ ഏകപക്ഷീയമായി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത് മാതൃഭൂമിയായിരുന്നു. അന്ന് മാതൃഭൂമി എഡിറ്ററെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ. ഇന്നിതാ അതേ വിളി അത്ര രൂക്ഷമല്ല എങ്കിലും മലയാള മനോരമയുടെ മേധാവി മാമൻ മാത്യുവിന് ലഭിച്ചിരിക്കുന്നു. മാമൻ മാത്യുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ സാധാരണ മാധ്യമങ്ങളെ വിമർശിക്കാറുണ്ട്. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് രോഷത്തോടെ സംസാരിക്കാറുമുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുക എന്ന രീതി അധികം സ്വീകരിക്കാറില്ല. എന്നാൽ ഇത് രണ്ടാം തവണ മാധ്യമ സ്ഥാപനത്തിൻ്റെ മേധാവിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു പിണറായി വിജയൻ. കേൾക്കാം ആ വാക്കുകൾ. പണ്ട് എനിക്കെതിരെ ഒരു CBI അന്വേഷണം ഉണ്ടായി. CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് അവതരിക്കുകയാണ് CBIയുടെ മുന്നിലേക്ക്. അയാൾ പറഞ്ഞു 96 1996 തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മനുഷ്യൻ കണ്ണൂർ വന്നിരുന്നു. അയാള് കോടികൾ 2 3 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 2 കോടിയോ 3 കോടിയോ എനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാ തരുന്നത്? ഞാൻ വൈദ്യുതി മന്ത്രിയാകാൻ ഇടയുണ്ട് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ഗവൺമെന്റ് രൂപീകരിക്കുന്നുള്ളത് പറയും, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മന്ത്രിയായിട്ട് പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. ആ ധാരണയിൽ ഈ പറയുന്ന കോടി 2 3 എന്റെ കയ്യിൽ കൊണ്ടുതന്നതാണ് ഇയാളുടെ പരാതി. സ്വാഭാവികമായിട്ടും CBI അന്വേഷിക്കും. ഞാനും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഏത് അന്വേഷണമായാലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സഹകരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. CBIക്ക് പൂർണ്ണ ബോധ്യമാകുകയും ചെയ്തു. ഏത് പെറ്റീഷനല്ല, എൻ്റെ നിലപാടാണ് ശരിയെന്ന് CBIക്ക് ബോധ്യം. ഇങ്ങനെ നമ്മുടെ പിന്നാലെ ചില ആൾക്കാർ ദീർഘകാലമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ശ്രമങ്ങൾ പല വഴിക്ക് തുടങ്ങി. ഇതില് നിർഭാഗ്യകരമായ ഒരു വശം, അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിൽ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ മറ്റോ ഒരു തടസ്സവും ഞങ്ങളാരും പറയുന്നില്ല. അവർ കൃത്യമായ നിയതമായ നിയമ നടപടികൾക്കാണ് തയ്യാറാകേണ്ടത്. അതാണ് നമ്മുടെ നാട്, രാജ്യവും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തുക്ക് തുടങ്ങിയല്ല. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണവും അല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എത്രയാണെന്നുള്ളത്. അപ്പോ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. ഒരു കാര്യം, നമ്മുടെ ED ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കും. സാധാരണ ഏതെങ്കിലും കേസിൽ അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കാറുണ്ട്. ഇറക്കുന്ന പത്രക്കുറിപ്പ് എപ്പോഴും പത്രങ്ങൾ വാർത്തകൾ എടുക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. സാധാരണ വെബ്സൈറ്റിലാണ് വിവരങ്ങൾ കൊടുക്കുക. അവർക്ക് കൊടുക്കേണ്ട വിവരങ്ങൾ കൊടുക്കും. അതിനകത്ത് ED കൃത്യമായി ആ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ, പത്രക്കുറിപ്പിൽ
പിണറായി വിജയൻ എന്നല്ല, പി വിജയൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങനെ പി വിജയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകാതിരിക്കല്ലോ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് പറയുന്നത് എന്താണ് അങ്ങനെ പറയാനിടയായിരുന്നു? എന്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, രമേശ് തർക്കമല്ല. പക്ഷെ എന്തിനാണ് എന്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അവർ പറഞ്ഞത്? എന്താണ് അങ്ങനെ ഒരു വിചിത്രമായ നിലപാട് ഉണ്ടാകാൻ കാരണം? ഒന്ന് ഇരിക്കട്ടെ, അങ്ങനെ ആയാൽ തന്നെ എന്ത് കാരണത്താലാണ് ഇത്തരമൊരു പ്രസ്താവന നേരത്തെ കൊടുത്ത് ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണല്ലോ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. അങ്ങനെയുള്ളതിൽ ഏറ്റവും അധികം എന്നോട് വലിയ ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിന്റെ തലപ്പത്തിരിക്കുന്നതാണ്. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ലാന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവര് സാധാരണ നിലവിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു, അങ്ങോട്ട് അയച്ചു അപ്പോൾ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായല്ലോ. തയ്യാറായില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്?